ഇസ്രായേലിന് നേരെ വീണ്ടും ഹൂത്തികളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹൂത്തികളുടെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നത് എന്നുള്ളതും അതിർത്തിയിൽ വെച്ച് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു. അക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. 4 പേർക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റവർ ബങ്കറിലേക്ക് ഓടിപ്പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടാണ് പരിക്കേറ്റത് എന്ന തരത്തിലാണ്. അപ്പോൾ ഒരു മേഖല അവസാനിക്കുമ്പോൾ മറ്റൊരു മേഖല തുടങ്ങും എന്ന് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചത് ഏറെക്കുറെ കൃത്യമാണ് എന്നാണ് ഹൂത്തികളുടെ അക്രമത്തോടു കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടായതോടനുബന്ധിച്ചാണ് അവരുമായി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇസ്രായേൽ മുന്നൊരുക്കം നടത്തിയത്. അങ്ങനെ അവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അത് കുറച്ചെങ്കിലും കഴിഞ്ഞതോടുകൂടിയാണ് ഹൂത്തികൾ അവിടുന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. സീപോർട്ട് ലക്ഷ്യമാക്കിയിട്ടും ടെല്ലവീവിനെ ലക്ഷ്യമാക്കിയിട്ടുമാണ് മിസൈൽ പറത്തിയത് എന്ന തരത്തിലാണ്. അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ ഒരു പ്രയാസമുണ്ട്. അപ്പൊ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ കഴിഞ്ഞാൽ പിന്നീട് പരാമർശിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പേര് ഹൂത്തികളാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ ഹൂത്തികളെ കുറിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയാറുള്ളത്. ആ മേഖലയും ഇല്ലാതാക്കേണ്ടതാണ്. അത് നാശത്തിന്റെ വിഭാഗമാണ്. അവിടെ നിന്ന് ഭീകര ആക്രമണ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെ തങ്ങൾ നിയന്ത്രിക്കുക തന്നെ ചെയ്യും എന്ന തരത്തിലുള്ള പല പ്രസ്താവനകൾ ഇതിനു മുമ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണ രൂപത്തിലേക്ക് ഇപ്പോൾ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള അക്രമ പരമ്പര തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക വിഭാഗങ്ങൾ ഹൂത്തികൾക്ക് നേരെ യമന്റെ വ്യത്യസ്ത മേഖലയിൽ നടത്തിയിട്ടും അവരൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പറയുന്ന കാര്യം തന്നെ ഇതാണ്. ഇത്തരം വിഭാഗങ്ങളെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സിറിയൻ ഭരണകൂടം ചെയ്യുന്നത്. സിറിയ വലിയ രീതിയിൽ ഇറാൻ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണത്തിന്റെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നത് സിറിയയാണ് എന്നതുകൊണ്ടാണ് അവിടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളൊരു പരാമർശം ഇസ്രായേൽ ഇതിന്റെ ഇടയിൽ തന്നെ നടത്തിയതാണ്. ഇറാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താനുള്ള ശ്രമങ്ങൾ ലെബനാന്റെ കരാർ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ശേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില അറബ് പത്രങ്ങൾ ഇറാനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടതായിരുന്നു. അതിന് സ്ഥിരീകരണ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോ അത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളും ക്രോഡീകരണങ്ങളും ഇറാഖിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ മിലിഷ്യ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് ഒരു ആക്രമണം നടത്തുന്നതിനെ കുറിച്ചും ഇറാൻ ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആക്രമിച്ചതിന് പ്രത്യാക്രമണമായ രീതിയിലുള്ള ഒരു യുദ്ധ രീതി തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച തന്നെ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത സമയങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അത് ഇറാന്റെ സൈനിക നേതൃത്വം തന്നെ ഇതേക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നു. ഞങ്ങളുടെ ആത്മീയ നേതാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിലപാടെടുത്തതിന്റെ തുടർച്ച തീർച്ചയായിട്ടും അവർക്ക് എതിരെയായിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, അതവർക്ക് പ്രതീക്ഷിക്കാം എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം സൈനിക മേഖലയിൽ നിന്നും പുറത്തു വരുന്നു. അപ്പൊ ആ മേഖല സജീവമാണ്. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ മേഖല സജീവമാണ്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. എല്ലാവിധ സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പ്രയോഗിച്ചിട്ട് പോലും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക മേഖലയ്ക്ക് തന്നെ വലിയ രീതിയിൽ പ്രഹരമേൽക്കുന്ന അക്രമമാണ് ഈ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ചെങ്കടൽ വിട്ടുകൊണ്ട് അറബിക്കടലിന്റെ ഭാഗത്തേക്ക് പോകാൻ തന്നെ കാരണം. ഈ വളരെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രധാനപ്പെട്ട 6 യുദ്ധക്കപ്പലിൽ ഒന്നാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്ന് പറയുമ്പോൾ അമേരിക്കക്കും ഈ വിഭാഗത്തോടുള്ള ഭയപ്പാട് എത്രയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സൈനിക സാമ്പത്തിക ആയുധ സഹായങ്ങൾ ഈ വിഭാഗത്തിന് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേഖല മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധമുണ്ടാക്കാനുള്ള ശ്രമം റഷ്യ ആരംഭിച്ചിരിക്കുന്നു എന്ന് വന്നതോടുകൂടിയാണ് മേഖല വീണ്ടും യുദ്ധ
ഭൂമിയായിട്ട് മാറുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ അക്രമം ഉണ്ടായിട്ട് പിന്നീട് അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരാഴ്ചയോ 10 ദിവസമൊക്കെ നിൽക്കുന്ന സ്വഭാവമാണ് സാധാരണഗതിയിൽ ഹൂത്തികളെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാവാറുള്ളത്. തുടർച്ചയായ രീതിയിൽ അക്രമം അവർ നടത്താറില്ല. ഒരക്രമം നടത്തി പിന്നെ ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അക്രമം നടത്തുന്നു. അതിനിടയിൽ തന്നെ അമേരിക്ക തിരിച്ചടിക്കുന്നു. ആ തിരിച്ചടിക്ക് വീണ്ടും അവർക്കെതിരെ അക്രമം നടത്തണമെങ്കിൽ വീണ്ടും ദിവസങ്ങൾ കഴിയണം. ഈ രീതിയാണ് അവർ സാധാരണഗതിയിൽ അവലംബിക്കാറുള്ളത്. ഇപ്പോൾ ആ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്നു. കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായ രീതിയിലുള്ള ആക്രമണത്തിന് ഹൂത്തികൾ താല്പര്യം കാണിക്കുന്നു എന്ന തരത്തിലാണ്. കാരണം ഇതിനൊരു അവസാനമില്ലാത്ത രീതിയിലാണ് യുദ്ധം ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും പാലസ്തീനിൽ ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരങ്ങൾ ഇപ്പോഴും ഇല്ല. യുദ്ധങ്ങൾ നീണ്ടുപോകുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം രാജിവെക്കാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് രാഷ്ട്രീയപരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ അജണ്ടയായിട്ട് തന്നെയാണ് പ്രതിപക്ഷം തന്നെ അഭിപ്രായപ്പെടുന്നത്. ആ രീതിയിലാണ് ഈ യുദ്ധത്തിന്റെ രീതികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർ ശാന്തമായി കഴിഞ്ഞാൽ ഇസ്രായേലുകൾ സുരക്ഷിതമാണ് എന്ന് ബോധ്യം അവർക്കുണ്ടാവാൻ പാടില്ല. അവർ സുരക്ഷിതരല്ല. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്നതോടുകൂടി മാത്രമേ ആ രാജ്യത്തിലെ ജനങ്ങളും സുരക്ഷിതരാവാൻ സാധിക്കുകയുള്ളൂ എന്ന് മുൻപ് പറഞ്ഞു വെച്ചതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഹൂത്തികൾ ഇപ്പോഴും ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാണ് ഇതിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ചും ഇസ്രായേലിലെ ഗവൺമെന്റ് തലത്തിൽ വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. ഹൂത്തികൾ നേരിട്ട് ആക്രമിക്കണോ, അതല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ഇറാഖിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ പോലെയുള്ള ഒരു പ്രത്യാക്രമണം നടത്തണോ എന്നതിനെക്കുറിച്ചുള്ള വലിയ ആലോചനകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ നിയന്ത്രണം അവർ അക്രമം നടത്തിക്കൊണ്ടിരിക്കും എന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി എളുപ്പമാണ്, വളരെ സൗകര്യപ്രദമാണ് എന്ന് മുമ്പ് ലെബനാൻ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ചെറുതാണ്, മറ്റുള്ള എല്ലാ രാജ്യങ്ങളും വലിയ രാജ്യമാണ്. അതുകൊണ്ട് ലക്ഷ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്താൻ വേണ്ടി ഈ രാജ്യങ്ങൾക്ക് സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ സാധ്യമാകും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ റൂട്ട് മാപ്പുകളൊക്കെ കൃത്യമായ രീതിയിൽ നൽകുന്നത് ഇറാനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ രഹസ്യമായിരിക്കുന്ന സർവ്വ മേഖലയുടെയും രഹസ്യങ്ങൾ ചോർത്തിരിക്കുന്നു. പല രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് രഹസ്യ ചോർത്തലൊക്കെ നടത്തിയത്. അതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ സൈനിക താവളങ്ങൾ എവിടെയുണ്ട്, ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്ന പ്രദേശങ്ങൾ എവിടെയാണ്, ഇവരുടെ രഹസ്യമായിരിക്കുന്ന വിമാനത്താവളം എവിടെയാണ്, മൊസാദിന്റെ സെന്റർ എവിടെയാണ്, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് മേഖലയാണ് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ഇതേക്കുറിച്ചൊക്കെ പരമാവധി വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇറാന്റെ ഒറ്റുകാരും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചാരന്മാരും ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാരൊക്കെയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതേക്കുറിച്ചും ഇതിനിടയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ മൊസാദിന് പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ഇറാനിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള സംവിധാനം അവർ ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ്. അതുകൊണ്ട് ഹൂത്തികളുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ലോകത്തിന് മുഴുവനും അറിയാവുന്ന ഒരു പ്രത്യേകപരമായിരിക്കുന്ന കാര്യം, ഏതൊക്കെ തരത്തിലാണ് അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ തകർക്കാൻ വേണ്ടി തങ്ങളുടെ കൈവശത്തിലുള്ള സൈനിക ഉപകരണം ഉപയോഗിക്കേണ്ടത് എന്ന തരത്തിൽ ഏറെക്കുറെ ഈ മിലീഷ്യ വിഭാഗങ്ങളൊക്കെ ഒരു രൂപത്തിലെത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് തകർക്കാൻ വേണ്ടി ഇന്ന ആയുധങ്ങൾ വേണം, ഇന്ന ശക്തികൾ വേണം, ഇത്ര വൈദൂരത്തിൽ പോകണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആക്രമണം. അതുകൊണ്ടാണ് ഈ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട അയൺ ഡോം തകർന്നു വീഴുന്നു, സൈറൺ മുഴങ്ങുന്നില്ല. അലക്ഷ്യമായ രീതിയിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഈ മുന്നറിയിപ്പ് കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെ 2 പ്രാവശ്യം ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്നതോടനുബന്ധിച്ച് അവിടെ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ടിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമണം നടത്തിയ ഒരു വിഷയം ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അപ്പൊ സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന അഭ്യാസങ്ങൾ പൂർണ്ണമായിരിക്കുന്നു എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഹൂത്തികളുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭയപ്പാട് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ പ്രത്യാക്രമണം നടത്തണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ഏകോപനം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ ഗവൺമെന്റും പ്രതിരോധ സംവിധാനവും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.